ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫ്രൂട്ട് ജാക്ക്. ഓ മൈ ഗോഡ്. ആദ്യം നമ്മൾ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ആദ്യം നമ്മൾ ടു ഹെവി. യെസ്, 16 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. 16,200. ഓക്കെ, നമുക്ക് എടുക്കാം. അപ്പം എല്ലാവർക്കും ഇത് ഏതാണ് ചക്ക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഗംലസ് ജാക്ക്. ഗംലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളഞ്ഞീനില്ലാത്ത ചക്ക എന്ന് നമ്മൾ പറയേണ്ടത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സ്റ്റാർട്ട്. ഒരിക്കല്ലേ? ഓക്കെ, പതിനാറ് കിലോ ഉള്ള ഏത് ഫ്രൂട്ട് ഉണ്ടാവും? 16-17 ജാക്ക്. ഇതാ മക്കളെ, ഇതിൽ വിളഞ്ഞില്ല. എൻ്റെ കയ്യിൽ നോക്കും, വിളഞ്ഞില്ല. ഇതാണ് ഗംലസ്. 100% ഗംലസ് എന്ന് പറഞ്ഞാൽ ഗംലസ് തന്നെയാണ്. ഇതാ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഗംലസ് എന്ന് പറഞ്ഞ ചക്കയിൽ വിളഞ്ഞീനില്ല, പഴുത്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. തുറന്നു നോക്കല്ലേ, മുറിക്കല്ലേ. വെരി ഗുഡ്. ഇതട്ടോ, ഇതാ ഒരു ഇതില്ല, ഗമ്മില്ല. ഇറ്റ് ഇസ് ഫുള്ളി ഗംലസ്. കണ്ടില്ലേ? ഇതാ. ഓക്കെ, ഗംലസ് തന്നെ, ഗംലസ് തന്നെ. സ്റ്റാർട്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റാണ് അറിയേണ്ടത്. ഗംലസ് ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കണം. നമുക്കറിയാം, ചക്ക എന്ന് പറഞ്ഞാൽ ഗംലസ് തന്നെ, ഗംലസ് തന്നെ, യാതൊരു സംശയമില്ല. ഓക്കെ, ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ആവറേജാണ്, കാരണം മഴത്ത് കിട്ടിയത് കൊണ്ടാണ് അതിന് ഒറിജിനൽ ടേസ്റ്റ് എത്തിയില്ല. എങ്കിലും ഓക്കെ, ഇത് നമ്മളെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും കൊടുക്കാനുള്ളതാണ്. ഞാൻ നിങ്ങളെ കൊണ്ട് കൂടുതൽ ഇത് പറയാനുള്ള വിളഞ്ഞുള്ളതുകൊണ്ടാണ് ചക്ക ആരും ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഒരു ഗംലസ് ചക്ക വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.